അങ്ങനെ പാർട്ട് 3 പ്രോഗ്രാം ഡേ. അങ്ങനെ ഞങ്ങൾ എന്തിനാണോ അവിടെ പോയത് ആ ദിവസം വന്നെത്തി. ഞങ്ങൾ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ വേറെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നു മേക്കപ്പ്. ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ വേറെ കുറേ ഒരു അമ്മമാരും മക്കളും എല്ലാം ഉണ്ടായിരുന്നു. തെയ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഒരു 1.5-2 മണിക്കൂറത്തെ പ്രോഗ്രാമായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റാണ്. ഞങ്ങൾ ആദ്യം ഒരു ഗണപതിയുടെ ഡാൻസാണ് കളിച്ചത്. പമ്പയാറ് ഞങ്ങൾ 5 പേരാണ് കളിച്ചത്. സാറും ഞങ്ങൾ ബാക്കി 4 പേരും കൂടിയിട്ടാണ് ഡാൻസ് കളിച്ചത്. എന്നിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കറക്റ്റ് ടൈമിലൂടെ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. നിറയെ ആളായിരുന്നു ആ പ്രോഗ്രാം സ്റ്റേജിൽ. ഞങ്ങൾ ബാക്കിൽ ചെന്ന് ബാക്കിലെ സ്റ്റേജിലെ ഷോയാണ് കാണുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഷോയൊക്കെ നടത്തുകയാണ്. ഒന്ന് സഹിക്കൂ ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റേജിൻ്റെ ബാക്കാണ്. ബാക്കിൽ കൂടി ഞാൻ എടുത്താണ് കേട്ടോ. നിറയെ ആളായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഫ്രണ്ട് സീറ്റൊക്കെ ഫുൾ ഫില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഐറ്റം അവിടുത്തെ ആ ചേച്ചിയുടെ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ ഡാൻസ്. ഞങ്ങൾ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അടുത്ത ഡാൻസിന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. കാര്യം അടുത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് 2 ഡാൻസ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു അടുത്ത ഡാൻസ്. അപ്പം ഒട്ടും സമയമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഇത് കഴിഞ്ഞെടുത്തൊരു അർദ്ധനാരീശ്വരൻ്റെ ഡാൻസ് ആയിരുന്നു. അതിന് 1 മണിക്കൂർ സമയമുണ്ടെങ്കിലും ഇത് വച്ച് കെട്ട ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഓടിപ്പോയി പെട്ടെന്ന് എല്ലാം ഒരുങ്ങി ഹറിവറിന്ന് പറഞ്ഞ് ഓടി. എല്ലാം കഴിഞ്ഞ് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിനുള്ള സമയം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റുള്ള ഭാഗമാണിത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ എല്ലാം അഴിച്ച് പറക്കുന്നതാണ് കാണുന്നത്. നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഓട്ടമായിരുന്നു. എന്നിട്ട് എല്ലാം അഴിച്ച് പറക്കിയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പം ഒരുപാട് സമയം എടുത്തു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. തലയിലെ സാധനങ്ങളും ഡ്രസ്സും എല്ലാം ഓർണമെൻറ്റ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് അഴിച്ചത്. എല്ലാം അഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് അമ്പലത്തിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. കണ്ടോ, ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു അമ്പലത്തിൽ, പറയാതിരിക്കാൻ വയ്യ, അത്ര സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എണീച്ച് ഇത് കണ്ടോ, ഞങ്ങൾ നിൽക്കണേൻ്റെ ഫ്രണ്ടിലായിരുന്നു അവിടെ പടക്കം പൊട്ടിക്കുന്ന സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റെഡിയായി. ഞങ്ങൾ സ്വീറ്റ്സ് ഒന്നും വീട്ടിലത്തേക്കൊന്നും മേടിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി അവിടെ ഉള്ളൊരു കടയിൽ പോകുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ഓട്ടോയുടെ ബാക്കിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇറങ്ങി സ്വീറ്റ്സൊക്കെ മേടിച്ചതിന് ശേഷം കണ്ടോ, ഇതുണ്ട്, ഇതൊരു അവിടുത്തെ ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച്, വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ ജ്യൂസിന്. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഉള്ളൊരു ചന്ത പോലത്തെ സ്ഥലം അവിടെ പോയി അവിടേക്കൊന്ന് കണ്ട്. ഇത് അവിടെ മാത്രമുള്ളൊരു സ്നാക്സാണ്. എൻ്റെ പേരെന്താണോ എന്തോ ഞാൻ മറന്നു കേട്ടോ. അവിടെ മാത്രമുള്ള ഇത് ആ കടയുടെ ഫ്രണ്ടിൽ അയാളിരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് കടലമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു മുളക് ചമ്മന്തി പോലത്തെ ഒരു സാധനം അവർ കഴിക്കാൻ തരും കേട്ടോ. ഇങ്ങനെയാണ് തരുന്നത്. അത് ഒരു ഇതിന് 40 രൂപ. ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. അതിന് വീട്ടിൽ പോയി വീണ്ടും റെഡിയായി ഇതാണ് അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുത് ഭഗവാനെ കണ്ട് തൊഴുത് ഇറങ്ങിയിട്ട് ഇതാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അത് കാണുന്നത്. പിറ്റേ ദിവസം അവിടെ ഒരു നൃത്ത നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ടാണിത്. ഭയങ്കര അടിപൊളി ഫ്രണ്ടാണ് കേട്ടോ. പുതിയ ഓഡിറ്റോറിയമാണ്. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഓഡിറ്റോറിയം ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുത്തെ കുറേ നേരം ഇരുന്ന് അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടു.
അതിനുശേഷം ഞങ്ങൾക്ക് ട്രെയിൻ വെളുപ്പിന് 4:40 ഞങ്ങൾ 12 മണിക്ക് 3 മണിക്ക് ഉറക്കം എണീറ്റ് അവിടെ ബസ് വന്നു. എന്നിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറിയിട്ട് ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവൻ്റെ ഭാഷ നമുക്കും അറിയില്ല, നമ്മളെ ഭാഷ അവനും അറിയില്ല. പക്ഷെ അവൻ ഞങ്ങളോട് ഒരുപാട് കിടന്ന് എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് അവനോട് ഭയങ്കര കളിയായിരുന്നു. നല്ല രസമായിരുന്നു. ആ കുഞ്ഞ് എറണാകുളം വരെ ഉണ്ടായിരുന്നു. അത്രയും സമയം ഞങ്ങളുടെ കിടന്നവൻ ഭയങ്കര കൂട്ടായിരുന്നു. ഇതുണ്ടോ, സൺസെറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ ഫോണിൽ കാണാൻ അത്ര ഭംഗിയില്ല കേട്ടോ, അല്ലാതെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആകെ തളർന്ന് അവശയായി ആണ് ഞങ്ങൾ പോണത്. ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആ ട്രെയിൻ ഞങ്ങൾ അങ്ങോട്ട് പോയ ഗാന്ധിധാം എക്സ്പ്രസ്സിൻ്റെ അത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നു ഈ ട്രെയിനിൻ്റെ പേര് 10 ഹംസഫർ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകുന്ന ട്രെയിനായിരുന്നു. ഞങ്ങൾ വന്നിറങ്ങി. ആ ഒരു അങ്കിളിനെ കണ്ടോ? അങ്കിള് നല്ലൊരു മനുഷ്യനാട്ടോ. ഞങ്ങൾക്ക് അങ്കിളിൻ്റെ മക്കളെ പോലെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചായ ഇതൊക്കെ മേടിച്ച് ഇറക്കുമായിരുന്നു. അങ്ങനെ നല്ല കുറച്ച് മനുഷ്യരെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം സെൻറ്ററിൽ വന്നിറങ്ങി. ഞങ്ങൾ സാറിൻ്റെ കാറിലാണ് തിരിച്ച് ഞങ്ങൾ 3 പേരെയും അതാ സ്ഥലങ്ങളിലാക്കിയിട്ടാണ് സാറ് പോയത്. നമ്മുടെ ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സുഖമായിരുന്നു. സ്വർഗത്തെ തിരിച്ചെത്തിയ പോലൊരു ഫീലായിരുന്നു ഉള്ളത്. കുറച്ച് വൃത്തിയുള്ള സ്ഥലം ഇവിടെ വന്നിട്ട് കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗുജറാത്ത് യാത്ര. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ കാണാം.